നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നാടും പേരും കമന്റ് ബോക്സിൽ ഇട്ടാൽ മറക്കരുത്. കമന്റ് ബോക്സിൽ ഇട്ടാൽ ഞങ്ങൾ നിങ്ങളുടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ചതയം നക്ഷത്രത്തിന്റെ ഒരു മാസത്തെ മാസഫലമാണ് നമ്മൾ വിചിന്തനം ചെയ്യാൻ പോകുന്നത്. തൊഴിൽ ലഭ്യത കുറയാൻ ഇടവരും. ബന്ധു സഹായത്താൽ കടങ്ങളിൽ നിന്നും രക്ഷപ്പെടും. കൂട്ടു ബിസിനസ്സിൽ വിജയിക്കും. കർമ്മരംഗങ്ങളിൽ ശോഭിക്കാൻ ഇടയാകും. സാമ്പത്തികം പ്രതികൂലമായിരിക്കും. കൂട്ടു ബിസിനസ് ഒഴിവാക്കി സ്വന്തമായ ബിസിനസ് തുടങ്ങും. അഭിപ്രായങ്ങളാൽ ക്ഷമ വേണം. മേലധികാരിയുടെ പ്രീതിയാൽ ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കും. തന്മൂലം ശമ്പളം കൂടും. സമിതാക്കളുടെ പ്രണയ സാഫല്യത്തിന് വീട്ടുകാർ അനുവാദം തരും. സൽകീർത്തി, ജനപ്രീതി ഇവ ലഭിക്കാൻ ഇടവരും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും. വളരെ ഗഹനമായ കാര്യങ്ങൾ ഈസിയായിട്ട് അവതരിപ്പിക്കും. ലക്ഷ്യബോധത്തോടു കൂടി കാര്യങ്ങൾ നടത്തും. പ്രത്യുപകാരം വേണ്ട രീതിയിൽ വിനിയോഗിക്കും. തുടങ്ങിക്കിടക്കുന്ന വിവാഹങ്ങൾക്ക് തീർപ്പാകും. വിവാഹം നടക്കാത്ത വിവാഹങ്ങളും ഭംഗിയായിട്ട് നടക്കും. സന്താനമില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും. നഷ്ടപ്പെട്ടു പോയ സ്വർണ്ണാഭരണം തിരികെ കിട്ടും. പിതൃസ്വത്ത് രേഖാമൂലം കൈവരാൻ ഇടയാകും. അവിടെ പുതിയ ഭവനം നിർമ്മിക്കും. വളരെ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചവരാണ് ചതയക്കാർ. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ശ്രേയസകീർത്തി ഇവ ഉണ്ടാകും. പുതിയ തൊഴിൽ ലഭിക്കും. വിവാഹകർക്ക് സുഖകരമായ ദാമ്പത്യ ബന്ധം ഉണ്ടാകും. വിദേശ യാത്രകൾ മാറ്റിവെക്കേണ്ടി വരും. IT മേഖല, മെഡിക്കൽ, ടീച്ചർ ഇവർക്കൊക്കെ നല്ല സമയമാണ്. സകല ദോഷങ്ങളും തുലാം രാശിക്കാർക്ക് മാറും. കർമ്മ മേഖല പുഷ്ടിപ്പെടും. നല്ല വിവാഹബന്ധങ്ങൾ ഉണ്ടാകും. ദൂരയാത്രയ്ക്ക് ഇടയാകും. വിദ്യാർത്ഥികൾക്കും പഠിതാക്കൾക്കും നല്ല സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് സർക്കാർ ജോലി ലഭിക്കും. പിതൃ സ്വത്തിന് അവകാശം വന്നു ചേരും. പുതിയ വീടുകൾ വെച്ച് കയറിത്താമസം നടത്താൻ ഇടയുണ്ട്. വാക്ക് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് നല്ലത് വരും. വിദ്യക്കനുസരിച്ചുള്ള വിദേശ ജോലി ലഭിക്കും. ശനി ജന്മത്തിൽ നിന്ന് 2 മാറും. സുഖാനുഭവങ്ങൾ കൂടിയിരിക്കും. അപ്രതീക്ഷിത ധനം ലഭിക്കാൻ ഇടയാകും. ധനവിഷയങ്ങളിൽ ചതയക്കാർ പ്രത്യേക ശ്രദ്ധാലു ആയിരിക്കും. ഉയർന്ന ജോലി ലഭിക്കും. കർമ്മ മേഖല പുഷ്ടിപ്പെടും. നല്ല വിവാഹബന്ധങ്ങൾ ഉണ്ടാകും. ദൂരയാത്രയ്ക്ക് ഇടയാകും. വിദ്യാർത്ഥികൾക്കും
പഠിതാക്കൾക്കും നല്ല സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് സർക്കാർ ജോലി ലഭിക്കും. പിതൃ സ്വത്തിന് അവകാശം വന്നുചേരും. പുതിയ വീടുകൾ വെച്ച് കയറിത്താമസം നടത്താൻ ഇടയുണ്ട്. വാക്ക് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കുടുംബസന്തോഷം കൂടുതൽ ഉണ്ടാകും. ഐശ്വര്യം വന്നുചേരും. എല്ലാ കാര്യങ്ങളും മുൻപന്തിയിൽ നിൽക്കും. വിദേശ ജോലി ലഭിക്കും. സർക്കാർ ജോലിക്ക് അപേക്ഷിച്ചിരുന്നവർക്ക് സർക്കാർ ജോലി ലഭിക്കാൻ ഇടയുണ്ട്. മുടങ്ങിക്കിടന്ന വീട് പണി പൂർത്തിയാകും. വിദ്യാഭ്യാസ ഉയരത്തിൽ നല്ല വിദേശ ജോലി ലഭിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ദമ്പതികൾക്ക് ഐക്യം ഉണ്ടാകും. ഉദ്യോഗസ്ഥരുമായി സഹകരിച്ച് പോകുന്നതിന് തൊഴിൽ മാറ്റം, ദൂരയാത്ര ഇവ ഉണ്ടാകാൻ ഇടയുണ്ട്. നഷ്ടപ്പെട്ട് എന്ന് കരുതിയ പണം തിരികെ ലഭിക്കും. പുതിയ വസ്തുക്കൾ മേടിക്കും. വീടുപണി പൂർത്തിയാക്കും. ശത്രുക്കൾ മിത്രങ്ങളാകും. സന്താനങ്ങൾ കൊണ്ട് സന്തോഷമുണ്ടാകും. കമിതാക്കളുടെ ആഗ്രഹം സഫലമാകും. മുടങ്ങിക്കിടന്ന വിവാഹം നടക്കും. സന്താനമില്ലാത്തവരുടെ സങ്കടം മാറി സന്താന ലബ്ധിക്ക് ഉടമയായിത്തീരും. അർഹമായ ഭൂമി ലഭിക്കും. പഠിച്ച വിഷയത്തിനനുസരിച്ചുള്ള ജോലി കിട്ടും. നീതിന്യായം നടപ്പാക്കാൻ ശ്രദ്ധിക്കും. ആത്മവിശ്വാസം കൂടും. ക്രമാതീതമായ പുരോഗതി എല്ലാ കാര്യങ്ങളിലും വന്നുചേരും. മറ്റുള്ളവരെ പ്രകീർത്തിക്കും. സ്വപ്ന സാക്ഷാത്കാരത്താൽ പല കാര്യങ്ങളും നടപ്പിലാകും. ഭാവിയിലേക്ക് പുതിയ തൊഴിൽ ലഭ്യത ഉണ്ടാകും. സമൂഹത്തിലെ ഉന്നതരുമായി സഹകരണമുണ്ടാകും. മുടങ്ങിക്കിടന്ന വീടുപണി പൂർത്തിയാക്കും. നഷ്ടപ്പെട്ടു പോയ ധനം തിരികെ കിട്ടും. പുതിയ വാഹനം മേടിക്കാൻ ഇടവരും. ഔദ്യോഗികമായ ഉയർച്ച ഉണ്ടാകാൻ ഇടയുണ്ട്. പുണ്യ തീർത്ഥയാത്ര ഉണ്ടാകും. കർമ്മമണ്ഡലം വിപുലീകരിക്കും. മേലുദ്യോഗസ്ഥരുടെ പ്രശംസ ലഭിക്കും. ഏറ്റെടുക്കുന്ന ജോലി ഭംഗിയായി ചെയ്തു തീർക്കും. പ്രധാന കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ ഉപദേശം തേടും. പണം കൈകാര്യം ചെയ്യുന്നതിൽ സൂക്ഷിക്കണം. ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കാൻ ഇടവരും. മാതാപിതാക്കളെ സ്വന്തം ജോലിസ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. വിദ്യാർത്ഥികൾ ഉപരിപഠനം പൂർത്തിയാക്കി വിദേശ ജോലിക്ക് പോകാനിടയാവും. സങ്കല്പത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ഗൃഹനിർമ്മാണം പൂർത്തിയാകാൻ ഇടവരും. വിദേശത്തുള്ളവർക്ക് ജോലി നഷ്ടപ്പെടാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. സ്വർണ്ണക്കടക്കാർ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ ഇവർക്ക് ഈ മാസം നല്ല ഉയർച്ചയിൽ എത്തും. നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ട് തരണം. തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങളുടെ ദുരിതങ്ങൾക്കും നിങ്ങളുടെ പ്രയാസങ്ങൾക്കും താഴെ കാണുന്ന 99 ഈ നമ്പറിൽ വിളിച്ചറിയിച്ചാൽ നിങ്ങൾ കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ആയില്യവും